ഹികായാത്തുൻ ഫി ഇജ്തിഹാദി അയിമ്മത്തി സലഫി റളിയല്ലാഹു അൻഹു ഫി തഹ്സീലിൽ ഇൽം. ഇൽമ കരസ്ഥമാക്കുന്ന വിഷയത്തിൽ നമ്മുടെ സലഫു സാലിഹീങ്ങളായ ഇമാമുകളുടെ കഠിനാധ്വാനത്തിനെ കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തലാണ്. എന്നിട്ട് വേണം നമ്മ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ. ഒരു കണ്ട നോട്ട് ബുക്ക് ഒരു ലേഖനം വായിച്ചിട്ടുണ്ടാക്കി ഷാഫി ഇമാമിനെ വിമർശിക്കുന്നില്ല, എല്ലാം കഴിഞ്ഞാളെ. അത് ഏത് കഥയിലെത്തിയിട്ടാണ് ഓരോ അവസ്ഥ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇനി ഒന്നും അമൽ ചെയ്യുന്നില്ലെങ്കിൽ ഇത് കേൾക്കലൊരു അമലാണ്. എന്തുകൊണ്ട്? മഹാന്മാരെ ചരിത്രം പഠിക്കണം. قال الله سبحانه وتعالى وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون. وجعلنا منهم അവരിൽ നിന്ന് നമ്മൾ ആക്കിയിട്ടുണ്ട്. സൂറത്ത് സുജദിലെ അഇമ്മത്തൻ, അഇമ്മത്തുകളെയാക്കി, നേതാക്കന്മാരെയാക്കി, ഇമാമികളെയാക്കി. യഹ്ദൂന ബിഅംരിനാ, നമ്മുടെ കൽപ്പന പ്രകാരം എന്താക്കും? ജനങ്ങൾക്ക് ഹിദായത്താക്കി കൊടുക്കും. അങ്ങനത്തെ നേതാക്കന്മാർ. പക്ഷെ അവർ ചെയ്തെന്താന്ന്? ലമ്മാ സബറു, അവർ നല്ലപോലെ സബൂർ ചെയ്തപ്പോഴാണ് എന്താക്കിയത്? അവർ ഇമാമികളായത്. വക്കാനു ബി ആയാത്തിന യൂഖിനൂ, നമ്മുടെ ആയാത്തുകൾ കൊണ്ട് അവർ നന്നായി യഖീനാക്കുന്നവരുമാണ്. രണ്ട് യോഗ്യത കരസ്ഥമാക്കിയിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പറ്റിയ ആളായത്. ഇന്ന് പരിഹാസമല്ലേ ഇമാമിങ്ങൾ മനസ്സിലാക്കും. കാന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, നോക്ക്, യഖൂലു, മൂപ്പർ പറയുന്നു, തലബുത്തുൽ ഇൽമ, ഞാൻ ഇൽമിനെ തേടി, ഫലം മജിദ് അക്സറ മിൻഹു ഫിൽ അൻസാർ, അൻസാരിമാരിലുള്ളതിനേക്കാൾ അധികം ഞാൻ വേറെ കണ്ടില്ല. അൻസാരിമാരിലാണ് കുറേ ഇൽമധികം. ഫലം മാറ ഞാൻ കണ്ടില്ല. അക്സറ മിൻഹു, ഇൽമിൽ നിന്ന് ഇതിനേക്കാൾ അൻസാരികളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വേറെ കാണുന്നില്ല. ഫകുന്തു, ഞാനായിരുന്നു, ആഖിർ റജുല, ഒരു ആലിമിനെ കാണാൻ പോകും. ഫസ്അലു അൻഹു, ഞാൻ അവരോട് പറ്റി ചോദിക്കും. ഒരു റജുലിനെ കണ്ടിട്ട് ചോദിക്കും. ഫയഖാലുലി, എന്നോട് പറയും, നായിമൻ, മൂപ്പർ ഉറങ്ങിയാന്ന് എന്ന് പറഞ്ഞു. എന്നാൽ വിളിച്ചണയിപ്പിക്കുന്നല്ല പറയല്. ഫഅതവസ്സദു രിദാഇ, ഞാൻ എന്താക്കുന്ന അറിയാം, എൻ്റെ തട്ടം ഇങ്ങനെ തലക്കാണിയാക്കി ഉരുട്ടിച്ച് എന്നിട്ടോ സുമ്മ അൽതജിഉ ഹത്താ യഖ്റുജ ഇലയ്യ ളുഹ്ർ, ളുഹ്ർ വഖത്തിലേക്ക് ചിലപ്പോൾ ഉസ്താദ് പുറത്തു വരിക. അവിടെ മുമ്പിൽ എന്താക്കുക? ഇറങ്ങലും അവിടെ കിടക്കലാണ്. വിളിച്ചണയിപ്പിക്കുന്നൊന്നും പറയില്ല. ഫയഖൂലു, ഉസ്താദ് ചോദിക്കുന്നു, മതാ കുൻത ഹുനാ യബ്ന അമ്മി റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മല്ലേ അബ്ബാസ്, അവരുടെ മകനെ നീ എപ്പ വന്നത്? ഫഅഖൂലു, ഞാൻ പറയും, മുൻദു സമനിൻ തവീ, കുറേ നേരമായി ഉസ്താദേ. ഫയഖൂലു ബിഇസ മാ സനഅത, നിങ്ങൾ ഈ ചെയ്ത് ശരിയായില്ല. എന്തുകൊണ്ട്? ഹൽ അലംതനി, വന്നവാണെന്ന് അറിയിച്ചൂടെ, വെല്ലടിച്ചിട്ട് എണീപ്പിച്ചൂടെ? ഫഅഖൂലു, അപ്പൊ ഞാൻ പറഞ്ഞ്, അറത്തു അൻ തഖ്റുജ ഇലയ്യ, നിങ്ങൾ സ്വയം പുറത്തു വരണം. ഫഖദ് ഖളൈത ഹാജതക, നിങ്ങളെ ഹാജത്ത് വീട്ടിയതിന് ശേഷം, സ്വന്തം പുറത്തു വന്നതിന് ശേഷം എൻ്റെ കാര്യം നടക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ കാത്തിരുന്നത്. ചെറിയ സബറായി കണ്ടത്. വഫീ റിവായത്തിൻ അൻഹു, ഇബ്നു അബ്ബാസ് തങ്ങൾ റിവായത്തിലുണ്ട്, വജത്തു അക്സറ ഹദീസ് റസൂലില്ലാഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ അക്സറും ഞാൻ കണ്ടെത്തിയത് ഇൻദ ഹാദൽ ഹയ്യ മിനൽ അൻസാർ. അത് നേരത്തെ പറഞ്ഞതല്ലേ, അക്സറ മിനൽ അൻസാർ, അതാ അൻസാരികളിൽപ്പെട്ട ഈ കബീലയിലാണ്. വല്ലാഹി ഇൻ കുന്തു ലആതി റജുല മിൻഹും, ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ഞാൻ കാണാൻ പോകുമ്പോൾ ഫയഖാലു ഹുവ നായിമുൻ, മൂപ്പർ ഉറങ്ങുകയാണ് എന്ന് പറയുമ്പോൾ ഫലൗ ശിഇതു അൻ യൂഖലലി, എനിക്ക് വേണ്ടി ഉണർത്തപ്പെടാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചാൽ നടക്കുമായിരുന്നു. പരക്കാരുടെ ഒന്നാം മതി, ഇബ്നു അബ്ബാസ് വന്നിട്ടുണ്ട്, മൂത്താപ്പര മോനാന്ന് പറഞ്ഞാൽ ഓരോ എണീക്കും ചെയ്യും. ഫഅദഉഹു, ഞാൻ എന്താക്കും? അവിടെ വെറുതെ വിടും. ഹത്താ യഖ്റുജ, പുറത്ത് വരുന്നത് വരെ യസ്തതിബ ബിദാലിക ഹദീസഹു, അവർ ഹദീസ് പറഞ്ഞു തരാനും അവർക്ക് നല്ല റാഹത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അഖ്റജഹു ദാരിമി. ഇനി പറയുന്നു, ഫൻളുർ ഇലാ ഹബിലിൽ ഉമ്മ, ഉമ്മത്തിന്റെ നേതാവാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അവരുടെ സ്വഭാവത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. വ മഹബ്ബതിഹി ലിൽ ഇൽം, ഇൽമിന് വേണ്ടിയുള്ള മഹബ്ബത്തും നോക്കുക. വ തഅലീമിഹി അഹ്ലഹു, അതിൻ്റെ അഹ്ലുകാരെ ബഹുമാനിക്കൽ നോക്കുക.
വറഗ്ബതിഹി ഫീഹി, അതിൽ ആ ബഹുമാനിക്കുന്ന വിഷയത്തിൽ അവർക്കുള്ള താല്പര്യവും നോക്കി. ഇപ്പം നാളെ ഉസ്താദ് മറ്റേ രക്ഷത്ത് വാങ്ങി നമുക്ക് ഒന്നും ഓതി തരുന്നില്ല, ഒരാൾ കടന്നുറങ്ങിയെന്ന് കമ്മിറ്റിക്കാരെന്ന് ചോദിച്ചു പറഞ്ഞു. കമ്മിറ്റി വന്നിട്ട് ചോദിക്കും, എല്ലാം ഇപ്പോൾ ഓർക്കൊന്നും ഓതിക്കൊടുക്കാതെ നിങ്ങൾ ഉറങ്ങിയെന്ന് പോലും എന്ന് പറയുന്നുണ്ടല്ല തന്നെയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലോ നമ്മൾ സബക്ക് തുടങ്ങിയാൽ അടിയിൽ പത്രം വായിക്കലാണ്. ഈ കണ്ണ് പോകുന്നിടത്തേക്ക് നമുക്ക് തിരിയും. മുമ്പിൽ വെച്ച കിതാബ് ഏതാന്ന് തിരിയും. കാരണം മഹല്ല് കിതാബ് നോക്കിയാൽ ചിലത് ഫുൾ പേജ് ഉണ്ടാവും, ബയാബിലെത്ത്, ചിലതിൽ ഇത്ര കണ്ടേ ഉണ്ടാവും. അപ്പം വെച്ച പാടെല്ലാം അവിടെ ഉള്ളതും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവർ ആത്മാർത്ഥം നോക്കിയിട്ടൊന്ന് വഖദ് കാന റളിയല്ലാഹു അൻഹു മൂപ്പർ പറയുന്നു, ഞാനൊരു വിദ്യാർത്ഥിയായിട്ട് വളരെ ദലീലായി എന്നിട്ടോ പിന്നെ ആളെല്ലാം തേടി വരുന്ന ആളായിട്ട് ഞാൻ വലിയ ഇഷ്ടത്തന്നെ. ഇബ്നു അബ്ബാസ് തങ്ങളെ തേടി വരാൻ നമ്മുടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ? വഖീല ലഹു റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ട് ബിമാ അദഖൽ ഇൽം, ഇത്ര അധികം ഇൽമ നിങ്ങൾ കരസ്ഥമാക്കി എന്തുകൊണ്ട്, എങ്ങനെ? നന്നായി ചോദിച്ചു പഠിക്കുന്ന നാവ് അല്ലെങ്കി തന്നിട്ടുണ്ട്. മറ്റൊന്നോ കൽബിൻ ഞാക്കോൽ, കാര്യം ഉൾക്കൊള്ളുന്ന കൽബും അല്ല തന്നിട്ടുണ്ട്. ഇപ്പൊ കപ്പും ബദൂൽ ഉള്ളതെല്ലാം ദാനം ചെയ്യുന്ന കയ്യും തന്നിട്ടുണ്ട്. 3 കാര്യം. വലിബഅദിഹിം അൽ ഇൽമ ഫീ ജൂഇൻ വദുല്ലിൻ വമിഹ്നത്തിൻ وبعد عن الآباء والأهل والوطن ولو كان كسب العلم أسهل حرفة لما كان ذو جهل على الأرض في زمن العلم علم എന്നുള്ളത് في جوع വിശപ്പിലാണുള്ളത്. അപ്പോൾ കുറേ വിശപ്പ് സഹിക്കണം. ഒരു ദിവസം ചോദിച്ചു, ഇതെല്ലാടോ കോളേജിലെ ഭക്ഷണം 9 മണിക്കൊരു കഞ്ഞി ഉണ്ടാവും, അഞ്ച് പരിപ്പ് കൂട്ടാനെല്ലാം ഉണ്ടാവും, ഉച്ചക്കൊരു ചോറുണ്ടാവും, രാത്രി ഇങ്ങനെ നിങ്ങളെ വളരെ കൊച്ചിയിലെന്നല്ല കഴിയുന്നത്. ഇപ്പം അതിനാക്കാണെന്ന് നല്ല ആട്ടുമുട്ടിൻ്റെ മാതിരിയുള്ള എന്താ ചെറിയ പൂച്ചക്കുഞ്ഞിനെ മാതിരി ആടെല്ലാം എടുത്തിട്ടാന്ന് തീറ്റിക്കുന്നു. നമ്മൾ കണ്ടല്ലേ? എന്നിട്ടല്ലേ ഉറക്ക്, ഭയങ്കര ഉറക്ക്. മൂപ്പറ പറഞ്ഞേ, നമ്മളെ ദാരിദ്ര്യം കാരണത്താൽ തേങ്ങ പിണ്ണാക്കിൻ്റെ മില്ലിലേക്ക് പോകും. അവിടെ പോയിട്ട് പിണ്ണാക്ക് വാങ്ങും, അതിൽ കുറച്ച് ബെല്ലം കുത്തിയിടും, ഇതിൽ ഡബ്ബയിലാക്കിയിട്ട് പോകുമ്പോൾ ദർശിലേക്ക് കൊണ്ട് പോകും. ഇതൊരു പൊടി ഭാര്യയ്ക്ക് ലേശം വെള്ളം കുടിക്കും. നേരത്തെ ഭക്ഷണം അതാണ്. ഇങ്ങനെ കഴിഞ്ഞൂടി. അപ്പൊ മെഹനത്ത്, കഠിനാധ്വാനം, നിസ്സാരത, വിശപ്പ്, ഇതിലാണ് ഇൽമ് കിടക്കുന്നത്. പിതാക്കന്മാരെ തൊട്ട് അകന്ന് ജീവിക്കേണ്ടി വരും. വല്ലഹിൽ, കുടുംബക്കാരെ തൊട്ടും വൽവത്തൻ, ജനിച്ച നാടിനെയും വിട്ടെന്താകണം, അകന്ന് ജീവിക്കണം. അല്ല ഇത് എളുപ്പത്തിൽ കിട്ടുന്ന ആളോട് ജാലികൾ ആരും ഉണ്ടാവില്ല. വളരെ സുഖകരമായി കിട്ടുന്ന കാര്യമാണെങ്കിൽ ഇവിടെ ജാഹിലുണ്ടാവും. വലൗകാന കസ്ബുൽ ഇൽമി അസ്ഹല ഹിർഫ, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു തൊഴിലാണ് ഇൽമിന്റെ സമ്പാദ്യമെങ്കിൽ ലമാകാന ദൂ ജഹലിൻ, ജഹലുള്ള ആൾ ആരും ഉണ്ടാകൂല, അലല്ലറിഞ്ഞു ഭൂമിയിൽ ഉണ്ടാകൂല, ഈ സമയം ഒരു കാലത്തുണ്ടാവില്ല. വാൻഷദൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ബൈതാക്കുന്നു, അഖീലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തത്തിൻ സഉംബിക അൻ തഫ്സീലിഹാ ബിബയാനി ദകാഇൻ വഹിർസിൻ വജ്തിഹാദിൻ വബൽഗത്തിൻ വസുഹബാതി ഉസ്താദിൻ വതൂലി സമാനി. എൻ്റെ സുഹൃത്തെ, നിനക്കൊരിക്കലും ഇൽമ കിട്ടൂല 6 കാര്യങ്ങൾ ഒത്തുകൂടിയാലല്ലാതെ. അതുകൊണ്ട് ഞാൻ വിശാലമായിട്ട് പറഞ്ഞു തരാം. സൗംബിക അൻ തഫ്സീലിഹാ ബിബയാനി. 1 ഇതൊക്കെ ബുദ്ധി വേണോ, ബുദ്ധി. 2 ഹിർസിന് അതിനോട് താല്പര്യവും വേണം. നമ്മക്കിനോട് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ ബുദ്ധി ഉണ്ടായിട്ടും കാര്യമില്ല. അതല്ലേ പറഞ്ഞത്, ബുദ്ധി ഇല്ലാത്താണ് താല്പര്യം ഇല്ലാണ്ടാക്കല. അജബാന്നല്ല ഉപ്പറ പറഞ്ഞ തനക്കുറവൊക്കെ തീന്ന് പറഞ്ഞിട്ട് നേരത്തെ പടിയില്ലേ. ഒജിത്തിഹാദിന് അതിനോട് കുറച്ച് നയിക്കണോ, ബുൽഹത്തിന് അതിനൊക്കെ ചെലവിന്റെ വക ഉണ്ടാകണം. ബുക്ക് വാങ്ങാനോ അതാക്കാനോ ഇതാക്കാനൊക്കെ. ഉസ്താദിന്റെ സുഹബത്തും വേണം. കുറേ കാലം കൂടും. ഒറ്റയടിക്ക് വന്നിട്ട് എല്ലാം പാസ്സായിട്ട് പോക്കല്ല.
എത്രയായി? ദക്കാഇ, ഹിർസ്, ഇജ്തിഹാദ്, ബൽഗത്ത്, സബത്ത്, ഉസ്താദ്, തൂറ് സമ. ഇത് കഫും ബദൂല് നാളെ ധർമ്മം ചെയ്യുന്നൊക്കെ അല്ല. ഒരു വലിയ ധർമ്മം ചെയ്യുന്ന ആളല്ല അഹ്ലുബൈത്തല്ലേ. അഹ്ലുബൈത്തിന്റെ ധർമ്മത്തിനെ പറ്റി പറയാനില്ല. അല്ല, അതിനു വേണ്ടി എന്തും ചെലവാക്കും. അതായത് ഉസ്താദന്മാർക്ക് കൊടുക്കല്, ആലിമ്യങ്ങൾക്ക് കൊടുക്കല്, മുമ്പുള്ള قال الإمام النووي رضي الله عنه نشأ الشافعي رضي الله عنه يتيما. ഇമാം ഷാഫിഈ തങ്ങൾ യതീമായി വളർന്നവരാണ്. ഫീ ഹിജ്രി ഉമ്മിഹി, ഉമ്മാന്റെ മടിത്തട്ടിൽ. ഫീ ഖില്ലത്തി ഐഷിൻ, വളരെ ഖലീലായ ജീവിതമായിരുന്നു. വദീഖിഹാ, വളരെ പ്രയാസകരമായ ജീവിതമായിരുന്നു. വകാന ഫീ സിബാഹു യുജാലിസുൽ ഉലമാ, ഉലമാക്കന്മാരുടെ മജ്ലിസിൽ പോയിരിക്കും. വയക്തുബു മാ യസ്തഫീദുഹു, അല്ലാതാക്കും അതിൽ നിന്ന് കിട്ടുന്ന ഫായിദകൾ എഴുതും. ഫിൽ ഇമാം, എല്ലുകളിൽ. വനഹബിഹ, അതുപോലെ തന്നെ എല്ല് പോലത്തെ എന്തെങ്കിലും. ലി അജ്സിഹി അനിൽ ബറക്കി, കടലാസ് വാങ്ങാൻ പൈസയിലേക്ക്. ഹത്താ മലഅ മിൻഹാ ഖബായ, അങ്ങനെ എഴുതിയ എഴുത്തിന്റെ കുറിപ്പാത്തുണ്ടല്ലോ, ഒരു റൂം തന്നെ നിറച്ചു വെച്ചിട്ടുണ്ടാകും. വലിയ ഖസാന തന്നെ നിറച്ചു വെച്ചിട്ടുണ്ട്. ഇൻതഹ ശറഹുൽ മുഹദ്ദബ്, അല്ല തഹദീബുൽ അസ്മാഇ വൽ ലുഗാത്ത്. വറുവിയ അന്നൽ ഇമാം അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു ഹഫിദൽ ഖുർആൻ, ഖുർആനിനെ മനഃപ്പാഠമാക്കി. വഹുബിൻ സബഇ സനീൻ, 7 വയസ്സ് പ്രായത്തിൽ. വഹഫിദൽ മുവത്തഅ ലിൽ ഇമാം മാലിക്, മാലിക് ഇമാമിന്റെ മുവത്ത എന്ന് പറഞ്ഞ ഹദീസിന്റെ കിതാബാണ്. അത് മനഃപ്പാഠമാക്കിയത് ഇബ്നു അശ്റ സനീൻ, 10 വയസ്സ് പ്രായത്തിലാണ്. കണ്ടോ? വഅദിന ലഹു ശൈഖുഹു മുസ്ലിം ഇബ്നു ഖാലിദ് അസ്ദൻജി റളിയല്ലാഹു അൻഹു, മൂപ്പർക്ക് സമ്മതം കൊടുത്തു. ഫിൽ ഇഫ്താ, ഫത്വ കൊടുക്കാൻ. വഹു ഇബ്നു 15 സന, 15 വയസ്സ് പ്രായത്തിൽ. അതാ ആരാണ് മുസ്ലിം? മുസ്ലിം ഇബ്നു ഖാലിദ്. നോക്ക്, അൽ ഇമാമു ഫഖീഹു മക്ക അബൂ ഖാലിദ് മുസ്ലിം ഇബ്നു ഖാലിദ് അസ്ദൻജി അൽ മക്കി. ഹിജ്റ 100 കൊല്ലത്തിൽ ജനിച്ച് 180 വഫാത്താണ്. ഷഫീ ഇമാമിന്റെ മക്കത്തുള്ള ഉസ്താദ്. കാന ഫഖീഹൻ, എന്താ ഉണ്ട്? ആബിദൻ യസൂമുദ്ദഹറ, കാലാകാലം നോമ്പ് നോക്കും. തഫഖഹ ബിബ്നി ജുറൈജ്, ഇബ്നു ജുറൈജിന്റെ കൂടെയാണ് ഫിഖ് പഠിച്ചത്. ലാസമഹുൽ ഇമാമു ശാഫിഈ, ഷാഫി ഇമാം മൂപ്പരെ ലാസിമാക്കിയിരുന്നു. വതഫഖ ബിഹി, അവരോട് ഫിഖ് പഠിച്ചു. ഹത്താ അദിന ലഹു ബിൽ ഫുത്യ, ഫത്വ കൊടുക്കാൻ വേണ്ടി മൂപ്പറാണ് സമ്മതം കൊടുത്തു. അന്ന് ഇമാമിന് എത്ര വയസ്സ്? 15 വയസ്സ്. ഇപ്പൊ ഒരു ബുക്ക് വായിച്ചാൽ ഫത്വക്കാരനെ, ലേഖനം വായിച്ചാൽ മതി. വഖാല ലഹു, എന്നിട്ട് പറയും, അഫ്തി യാ അബാ അബ്ദില്ലാഹ്, ഷാഫി ഇമാമിന്റെ പേരാണ്. ഫഖദ് വല്ലാഹി ആന ലക അൻ തുഫ്തിയ, ഫത്വ കൊടുക്കാൻ നിനക്ക് സമയമായിരിക്കുന്നു, അല്ലാഹുവിനെ തന്നെ സത്യം, നീ അർഹനായിരിക്കുന്നു എന്ന് പറയും. വകാന റബീഉ റളിയല്ലാഹു അൻഹു പറയുന്നു, അല റബീഉ റബീഉ ഇബ്നു സുലൈമാൻ ഇബ്നു അബ്ദുൽ ജബ്ബാർ അൽ മുറാദി മൗലാഹും അൽ മിസ്രി അൽ മുഅദ്ദിൻ, 174 ജനിച്ച് 270 വഫാത്ത്. ആരാണ് അവർ? അൽ ഇമാമുൽ മുഹദ്ദിസു അൽ ഫഖീഹുൽ കബീറു സാഹിബുൽ ഇമാം ശാഫിഈ, ഷാഫി ഇമാമിന്റെ സാഹിബാണ് റബീഉ. വരിവായി റിവായത്തി കുതുബിഹി, മൂപ്പർ കിതാബിന്റെ റിവായത്ത് എഴുതൽ മൂപ്പറാണ്. കാന മുഅദ്ദിനൻ ബിജാമി അംർ ഇബ്നു അൽ ആസ് റളിയല്ലാഹു അൻഹു, പള്ളിയുടെ മുഅദ്ദിനായിരുന്നു മിസ്റിൽ. ഷാഫി ഇമാം മിസ്റിൽ ഉണ്ടായിരുന്നല്ലോ, വഫാത്തും അവിടെ തന്നെയല്ലേ. വകാന ശാഫിഈ യുഹിബ്ബുഹു, ഇമാം ഷാഫിഈ തങ്ങൾക്ക് വലിയ മഹബത്താണ് ആരോട്? റബീഇനോട്. വഖാല മാ ഖദമനി അഹദുൻ മാ ഖദമനി റബീഉ ഇബ്നു സുലൈമാൻ, റബീഉ ഇബ്നു സുലൈമാൻ എനിക്ക് ഖിദ്മത്ത് എടുത്തതുപോലെ വേറെ ആരും എനിക്ക് ഖിദ്മത്ത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എത്ര ഇങ്ങനെ ആയിരക്കണക്കിന് ഔലിയാക്കളെ ചരിത്രത്തിൽ കൂടി പഠിക്കാം. എന്തൊരു അവസ്ഥയാണ്. ഷാഫി ഇമാമിനെ ഞാൻ കണ്ടിട്ടില്ല. ആക്കിലം ബിനഹാരി, പകൽ സമയത്ത് തിന്നുന്ന കണ്ടിട്ടില്ല. വനായിമം ബിലൈലൻ, രാത്രി ഉറങ്ങുന്നതും കണ്ടിട്ടില്ല. തസ്നീഫ് ഉണ്ടാക്കലുണ്ട് ശുഗലായ കാരണത്താൽ. ആ തസ്നീഫ് ഓർക്കുക, നമ്മക്ക് ഏറ്റവും ഇല്ലാനുണ്ട്. അവരുടെ നമ്മൾക്ക് ദ്വാരക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടിപ്പോ നമ്മളുണ്ടല്ലോ.
وحكي عن الإمام الشافعي رضي الله عنه لما ورد المدينة മദീനയിലേക്ക് എത്തിച്ചേർന്നു. വജലസ ഫീ ഹൽഖത്തിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മജ്ലിസിൽ പോയിരുന്നു. നോക്ക്, വൽ മാലിക് യംലിൽ മുവത്ത അലാ മൻ ഹുനാക. മാലിക് ഇമാം മുവത്തയെ പറഞ്ഞു കൊടുക്കുകയാണ് അവിടെയുള്ള സദസ്യർക്ക്. ഫഅംല അലൈഹി 18 ഹദീസൻ, 18 ഹദീസാണ് പറഞ്ഞ് പറഞ്ഞു കൊടുത്തത്. കേൾക്കണേ. വകാന ഇമാം ശാഫിഈ ഫീ ഖറജാത്തിൻ നാസ്, ജനങ്ങളെ പിന്നിലെ സപ്പിലാണ് ആരുള്ളത്? ശാഫി ഇമാം. ചെറിയ വയസ്സല്ലേ, 10-ാം വയസ്സിലല്ലേ പോയിനി. വറമഖഹു ഇമാം മാലികുൻ ബിബസരി, മാലിക് ഇമാം കണ്ണോണ്ടൊരു നോട്ടം നോക്കി. ആരാ? ശാഫി ഇമാം. വഹുവ യക്തുബു ബിസ്മിഹി അലാ ലഹരി കഫിഹി, മൂപ്പർ കപ്പിന്റെ മുകളിൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഈ പറയുന്ന ഇങ്ങനെ എഴുതിയ, ഇവിടെ എഴുത്തൊന്നും കാണൂല. ഫലമ്മാ തഫറഖ അഹ്ലുൽ മജ്ലിസ്, മജ്ലിസ് പിരിഞ്ഞപ്പോൾ ദആഹു വിളിച്ച്, വസഅലഹു വിളിച്ച് ചോദിച്ചു, ഞാൻ ബലദി, എവിടെയാ നാട്, വനസബിഹി, ആരാ മോനാന്ന് എല്ലാം പറഞ്ഞ് ഫഅഖബറഹു പറഞ്ഞു കൊടുത്തു. ഫഖാല ഇമാം മാലിക് ചോദിച്ചു, റഅയ്തുക തഅബസു ബിയദിക, നിങ്ങൾ കൈ കൊണ്ട് ഇങ്ങനെ കളിക്കുന്ന കണ്ടല്ല, അലാ ലഹരി കഫിക. ഫഖാല ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ലാ, അങ്ങനെ കളിച്ചൊന്നല്ല ഉസ്താദേ. എന്താ? വലാകിന്നി ഇദാ അംലൈത ഹദീസൻ കതബതു അലാ ലഹരി കഫി, നിങ്ങൾ 18 ഹദീസ് പറയുമ്പോഴും ഇവിടെ ഇങ്ങനെ എഴുതിയ പേരിലുണ്ട്. നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ 18 ഹദീസ് ഞാൻ മടക്കി പറഞ്ഞുതരാന്ന് പറഞ്ഞു. മൂപ്പർ ഹാത്തി എന്നാ പറയും. ഹദീസൻ, അങ്ങനെ 18 ഹദീസ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത്. അല്ല ചെംലഹാമിൻ മൂപ്പറെ ഇതിൽ നിന്ന് കാണാപ്പടം കൊണ്ട് പറഞ്ഞു കൊടുത്തു. കണ്ടാ? ഫഅദിനാഹും, മാലിക് ഇമാം എന്താക്കി? മൂപ്പർ അടുത്ത ആളാക്കി മാറ്റി. വഖറബഹു വഖാല ലഹു യാ മുഹമ്മദ്, അത് സല്ലല്ലാഹു അലൈഹി ഇമാം റളിയല്ലാഹു അൻഹു, ഓരോ പേര് മുഹമ്മദ് എന്നാണല്ലോ. ഇത്തഖില്ലാഹ തആല, നിങ്ങൾ നന്നായി തഖ്വ ചെയ്യണം മോനെ. ഫഇന്നഹു സയകുനു ലക ശഅൻ, നിങ്ങൾക്ക് വലിയ ഒരു ഉന്നതമായ പദവി വരാനുണ്ട്. മാലിക് വലിയ പരാസത്തിന്റെ ആളുകളല്ലോ. അഫാദ ദാലിക സയ്യിദുനാ അൽ ഇമാം മുഹമ്മദ് ബിൻ ഹസൻ അത്താസ് റളിയല്ലാഹു അൻഹു ഫി മജ്മുഇ കലാമിഹി, ഓരോന്നിനും നക്കൽ പറയുന്നു. وذكر الإمام النووي رضي الله عنه في مجموع مقدمة مجموعه مجموع شرح المهذب عن الشيخ أبي إسحاق الشيرازي رضي الله عنه. അബൂ ഇസ്ഹാഖ് ശിറാസി എന്തിന്റെ മുഹദ്ദബിന്റെ മത്തിനെഴുതിയാണ്. ലോകത്ത് അറിയപ്പെട്ട ഇമാമല്ലേ, ഓരോ പേര് വന്നൊക്കെ ദ്വാക്കുത്തരം കിട്ടുന്നില്ലേ. യാഫി ഇമാം പറഞ്ഞതാ, യാഫീനുണ്ട് അവരുടെ ഇസ, ഓരോ പേര് വന്ന ദ്വാക്കുത്തരം ജപത്തുണ്ടാവും. പിന്നെ ഇമാം അശ്ശൈഖ് എന്ന് പറയണമെങ്കിൽ ആരായിരിക്കണം? എന്നിട്ട് ചിലർ കുറ്റപ്പെടുത്തി ഓരോ മുഹദ്ദബിന്റെ കിതാബുണ്ട്, അതിന് വണ്ണം കിട്ടിയില്ല എന്ന് തന്നെ പഠിച്ച കാര്യങ്ങളുണ്ട്. ഒന്റെ വാക്കുമ്പോ തള്ളി. അതെങ്ങനെ അതില് കാലം കുറയും മുമ്പല്ലേ നോക്കറാ. അൽ-ഇമാമുൽ കബീറുൽ ഫഖീഹുൽ ഉസൂലിയു, ആരാണ്? അബൂ ഇസ്ഹാഖ് അൽ-ഇമാം അൽ കബീർ അൽ ഫഖീഹ് അൽ ഉസൂലി അൽ അല്ലാമ അസ്-സാഹിദ് ശൈഖുൽ ഇസ്ലാം അബൂ ഇസ്ഹാഖ് ഇബ്രാഹിം ഇബ്നു അലി ഇബ്നു യൂസഫ് അൽ ഫൈറൂസാബാദി ശിറാസി 393 ജനനം. അപ്പൊ കാലോ പോലും ഇമാമിൻ ഇങ്ങോട്ടല്ലേ, എത്രയോ നൂറ്റാണ്ടുകളുടെ വ്യത്യാസം ഉണ്ടല്ലോ. 476 ഏകദേശം ഖസാലി തങ്ങളുടെ കാലത്തുണ്ടാവും. ഖസാലി ഇമാം 450. കാല അബൂബക്കർ ശാഫി അബൂ ഇസ്ഹാഖ് പറയുകയാണ്, അബൂ ഇസ്ഹാഖ് ഹുജ്ജത്തുല്ലാഹി അലാ അയിമ്മത്തിൽ നസ്ർ എന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിലെ ഇമാമികളുടെ മേലിൽ ഒരു ഹുജ്ജത്താണ് അബൂ ഇസ്ഹാഖ് ശിറാസി. وبحسن إخلاصه اشتهرت تصانيفه في الآفاق. അവരുടെ ഇഖ്ലാസിന്റെ കടുപ്പം കൊണ്ടെന്തായി, അവരൊക്കെ ഗ്രന്ഥങ്ങൾ ലോകത്ത് മുഴുവൻ വ്യാപകമായി മാറിയിരിക്കുന്നു. കത്തംബീഹി വൽ മുഹദ്ദബി വൽ മഅൂദ് എന്നൊക്കെ ഒരു കിതാബ്. ആ മുഹദ്ദബിനാണ് ഇമാം എന്താക്കിയത്? ശറഹ് മജ്മൂ. നോക്ക്, കാല മൂപ്പർ പറയുന്നു, കുന്തു വഈദു കുല്ല ദർസിൻ, ഓരോ ദർസും ഞാൻ മടക്കി അതിലും മിയാത്താൻ പറഞ്ഞു 100 വട്ടം. ഇവിടെ ആൾ മടക്കി ചിന്തിക്കണ്ടി,
ഓരോ ദിവസം 100 വട്ടം മടക്കി വെക്കും. ഒരു മസ്അലയിലുണ്ടായി ബൈത്തു ഷെയ്റിന് ഒരു ബൈത്ത് ഷാഹിദ് കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ ഇതാര് പാടി എവിടെ ഉള്ളതാണെന്ന് പരിധിപ്പെട്ടത് മുഴുവനും മനപ്പാടാക്കും. നമ്മൾ മിന്നാന്നൊരു കണ്ടല്ലോ, അതിന് തലയേതാണ് വാലേതാണ് എല്ലാം കാണാപ്പാടാക്കലാണ്. അതാ പറയുന്നത് എന്തെങ്കിലും സാക്ഷ്യത്തിന് കൊണ്ടാന്നായിരിക്കും. ആ കാരണത്തിന്റെ ഇവിടെ ബൈത്ത് മുഴുവനും ഞാൻ കാണാപ്പാടാക്കലാണ്. ഉറക്കത്തിൽ കാണപ്പെട്ടു അവർ വഫാത്തിന് ശേഷം വെളുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഇത്ര നല്ല വസ്ത്രം എന്താ ഷെയ്ഖേ? അത് ഇൽമിന്റെ ഇസ്സത്താണെന്ന് നമുക്ക് പറഞ്ഞു. വെളുത്ത വസ്ത്രം ഇൻതഹ മുഖദ്ദിമത്തുൽ മജ്മൂ. വറുവിയ അന്ന ശൈഖ് അബൂ ഇസ്ഹാഖ് അൽ-മദ്കൂറ, ഈ പറയപ്പെട്ട അബൂ ഇസ്ഹാഖ് ശിറാസി ഉണ്ടല്ലോ, ഇഖ്തസറ തംബീഹ, തംബീഹ് എന്ന കിതാബിനെ മുഖ്തസറാക്കി മിൻ തഅലീഖത്തി ശൈഖിഹി അബൂ ഹാമിദ്, അവരുടെ ശൈഖ് അബൂ ഹാമിദ് ഗസാലി ഇമാമല്ല, അവരുടെ താരീഖിൽ നിന്നാണ് തംബീഹിനെ ചുരുക്കിയെടുത്തത്. തംബീഹ് പറഞ്ഞ കിതാബെന്ന് പറഞ്ഞില്ലേ? അതാ അബൂ ഹാമിദ് അഷ്ശൈഖ് അബൂ ഹാമിദ് അഹമ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു അബി ഇസ്ഫറായിനി. അബൂ ഹാമിദ് ഇസ്ഫറായിനി 344 ജനിച്ച് 406 വഫാത്ത്. ശൈഖു തരീഖത്തിൽ ഇറാഖിയ്യീൻ, ഷാഫി മദ്ഹബിലെ 2 തരീഖാണ് ഇറാഖ്. ആ ഇറാഖിയുടെ തരീഖത്തിലെ ശൈഖ് ഹാഫിൽ മദ്ഹബി വ ഇമാം, മദ്ഹബിന്റെ ഹാഫിലാണ് ഇമാം. ജബലു മിൻ ജിബാലിൽ ഇൽമി, ഇൽമിന്റെ പർവ്വതം എന്ന് പറയണം. വഹബറു മിൻ അഹ്ബാരിൽ ഉമ്മ, ഉമ്മത്തിന്റെ ഏറ്റവും മികച്ച നേതാക്കന്മാരിൽപ്പെട്ട നേതാവ്. ലഹു തഅലീഖത്തുൻ, അവർക്ക് തഅലീഖ് ഉണ്ട്. ഇങ്ങനെ കിട്ടിയതിനെ കുറിച്ച് നോക്കല്ല. അല്ലഖഹാനുൽ ബന്ദനീതി എന്താക്കിയോ അത് പകർത്തി എഴുതിയിട്ടുണ്ട്. കിതാബും ഫി ഉസൂലിൽ ഫിഖ്ഹിന്റെ കിതാബുണ്ട്, അതിലും നോക്കറ. ഏതായാലും ഉസ്താദ് അബൂ ഹാമിദിന്റെ കിതാബിൽ നിന്ന് എഴുതിയല്ല. എത്ര ബഹിയ സമാനിയാശ്ര മുജല്ല 18 മുജല്ല ഉള്ളത്. ഈ തഅലീഖ് അത് 18 മുജല്ലത്തുണ്ട്. അതിൽ നിന്നാണ് തംബീഹ് ഉണ്ടാക്കിയത്. വകാന യുസല്ലിന്റെ കിതാബത്തി കുല്ലി ഫസ്ലി, ഓരോ ഫസ്ലി എഴുതുന്ന അവസരത്തിൽ നിസ്കരിക്കും. റക്അത്ത് 2 റക്അത്ത്. ഇത് വായിക്കുന്നവർക്ക് ഇതുകൊണ്ട് നഫ്ഉണ്ടാകണമെന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. കണ്ടോ? എന്നിട്ട് വകാന റളിയല്ലാഹു അൻഹു മുജാബദ് ദഅവ. ദുആക്ക് ഉത്തരം കിട്ടുമെന്ന നേതാക്കളിൽപ്പെട്ടവരായില്ല. قال الحبيب علي بن محمد الحبشي رضي الله عنه كان الشيخ أبو إسحاق الشيرازي رضي الله عنه يكرر الدرس 1000 مرة. ദർസിന് ആവർത്തിക്കുന്ന 1000 വട്ടം. وسيدي أحمد بن زيد الحبشي 25 مرة. അതാ പറഞ്ഞില്ലേ ഹബീബ്, അവരുടെ ഉസ്താദ് 25 വട്ടം ആവർത്തിക്കലാന്ന്. ഇനി നഖലൽ ഇമാം അൽ ഫിറബിനി റളിയല്ലാഹു അൻഹു, ആരാണത്? ഫിറബിനി അൽ മുഹദ്ദിസു അസ്സിഖത്തു അൽ ആലിമു അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ഇബ്നു യൂസുഫ് ഇബ്നു മത്തറിൽ ഫിറബിനി റളിയല്ലാഹു അൻഹു 231 320 വഫാത്ത്. റാബിൽ ജാമിഅ സഹീഹ് അൻ മുഅല്ലഫിഹി ഇമാം അൽ ബുഖാരി, ഇമാം അൽ ബുഖാരി തങ്ങളുടെ ജാമിഅ സഹീഹ് റിപ്പോർട്ട് ചെയ്യുന്ന നേരെ ശിഷ്യനാണ് ഫിറബിനി. കണ്ടോ? ആരെ തൊട്ടാ പറയുന്നത്? അനിൽ ഇമാമിൽ ബുഖാരി റളിയല്ലാഹു അൻഹു തൊട്ട്. അന്നഹു കാന യഖൂലു, മൂപ്പർ പറയുന്ന മാ വളഅതു കിതാബി സഹീഹി
എൻ്റെ സഹീഹ് എന്ന കിതാബിൽ ഞാൻ വെച്ചിട്ടില്ല ഹദീസൻ, ഒരു ഹദീസും ഇല്ല ഇഗ്തസൽതു ഖബ്ല ദാലിക്, അതിൻ്റെ മുമ്പ് ഞാൻ കുളിച്ചിട്ടല്ലാതെ, വസല്ലൈതു റകഅത്തൈൻ, 2 റകഅത്ത് നമസ്കരിച്ചിട്ടുമല്ലാതെ. അല്ലേ? വഅൻഹു ഖാല സന്നഫ്തു കിതാബി സഹീഹ്, ഇത് സഹീഹുൽ ബുഖാരി, നമ്മൾ ഓതി വരുന്ന സഹീഹുൽ ബുഖാരി, കുറെ പഠിച്ച കാര്യങ്ങൾ സേർക്കം വലിച്ചോണ്ട് പോകുന്ന കിതാബ്. ഇവിടെയാണെല്ലാം യുദ്ധം. മൊബൈലിലാണ് നെൽത്തോക്കാൻ പാടില്ല, അത് വിട്ടുലേക്ക് പറ്റൂല, കാലം കിട്ടാൻ പാടില്ല. അപ്പൊ ഇയാളെ കൊണ്ട് ശല്യായി, കുറേ ശത്രുക്കളെ വാർത്തെടുത്ത്. ആയിക്കോട്ടെ. 16 കൊല്ലം കൊണ്ടാണ് സഹീഹ് ബുഖാരി ക്രോഡീകരിച്ചത്. 6 ലക്ഷം ഹദീസിൽ നിന്ന് കടഞ്ഞെടുത്തതാണ് ഇത് സഹീഹ് ബുഖാരി. ഇപ്പം ലേഖനം വായിച്ചാൽ തെറ്റുണ്ടല്ലോ. ഇല്ല, ലേഖനം വായിച്ച പോയത്തക്കാർക്കുണ്ടല്ലോ, തെറ്റുണ്ടല്ലോ. ഇതിലിപ്പം വലിയ ആള്. എന്നിട്ടോ ഞാൻ അള്ളാഹുവിൻ്റെയും എൻ്റെയും ഇടയിൽ ഞാനൊരു ഹുജ്ജത്താക്കി നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്. നിന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതാ സഹീഹ് ബുഖാരി. 6 ലക്ഷം ഹദീസിൽ നിന്ന് ഞാൻ എന്താക്കി? 16 കൊല്ലം കൊണ്ട് സഹീഹ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ഹദീസ് വെക്കുമ്പോഴും കുളിച്ച് 2 റകഅത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, എല്ലാവർക്കും അറിയാലോ, തുടങ്ങി 5000 കിതാബുള്ള മുസന്നിഫ്. നമ്മുടെ ഫത്ഹുൽ മുഈന്റെ മുസന്നിഫിന്റെ പ്രധാന ഉസ്താദ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, അൽ ഫഖീഹുൽ കബീർ, അൽ അല്ലാമത്തുൽ മുതഫന്നിൻ, അല്ല ഫന്നിലും അല്ലാമയുടെ الإمام شيخ الإسلام شهاب الدين أحمد بن محمد ابن حجر الهيثمي المصري ثم المكي. 909 ജനിച്ച് 974 വഫാത്ത്. അപ്പൊ ചെറിയ വയസ്സായി. എത്രണ്ടാവും? 63. ഇമാമുൽ മുതഅഖിരീൻ വഅംദത്തുൽ മുഹഖഖീൻ അലാ തസാനീഫിഹിൽ മുഅവ്വൽ ഫീ തഹ്ലീൽ മദ്ഹബ്. മദ്ഹബിനെ തഹരീറാക്കണമെങ്കിൽ മൂപ്പറ കിതാബിന്റെ മുകളിലാണ് എത്തിമത്. അങ്ങനെ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാസൈതു ഫിൽ ജാമിഉൽ അസ്ഹറിൽ വെച്ചിട്ട് ഞാൻ തരണം ചെയ്തത് ബശപ്പിൽ നിന്ന് ഞാൻ സഹിച്ചത് ഒരു സാധാരണ മനുഷ്യന്റെ കുമ്പത്ത് താങ്ങുന്നതിലും ഉപരിയായിരുന്നു എന്നവർ. താങ്ങാൻ കഴിയില്ല. അതോടൊപ്പം ശത്രുക്കളുടെ അടിയും ക്രൂരത എന്ന് പറഞ്ഞാല് അത് മറിവയ്ക്കും. അസൂയക്കാരുടെ എഴുതുന്ന കിതാബൊക്കെ കത്തിക്കുക. റൗദ കിഷറാഹുദ്ദീന് കത്തിക്കല്ലേ, മുപ്പുറം മണ്ണിലിട്ടിട്ട്. ഇമാമിന്റെ റൗദ കിഷറാഹുദ്ദീ ലോകപ്രതിനിധം വന്നു നോക്കട്ടെ, മൂപ്പർ കൺമുമ്പിലിട്ട കത്തിച്ചു. മൂപ്പർക്ക് മനക്ലേശം വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനാമി കണ്ടപ്പോൾ കാര്യമില്ല, അള്ളാഹുവിന്റെ കൂലി നിൽക്കുന്നുണ്ട്, ഇത് പുറന്നടയി കൊടുത്തിട്ടാണ് മൂപ്പർക്ക് റാഹത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക സഹായം ഇല്ലെങ്കിൽ ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയില്ല. അത്രത്തോളം വിശപ്പ് ഞാൻ സഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ 4 കൊല്ലം മാംസം രുചി നോക്കിയിട്ടില്ല. തിന്നാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ട ഒരു ദിവസം
എന്നിട്ടോ നോക്കുമ്പോ മണ്ട പോലെ തീ കത്തിച്ചിട്ടില്ലാത്ത ഇറച്ചിയായി. ഇപ്പൊ എന്താ ഇന്നത്തെ ഇറച്ചി പോലെ, ഇന്നത്തെ മംഗലപ്പുരക്ക് പോയാൽ കിട്ടുന്ന ഇറച്ചി പോലെ ഭാഗത്ത് അവിടെ തിന്നണ്ട് തുടങ്ങി. 4 കൊല്ലം കൂടി ജാഗരം വെച്ചിട്ടാ പോയി. അങ്ങനെ രാത്രി പകുതിയാകുന്നവരെയും കാത്തിരുന്നു. പിന്നെ കൊണ്ടുവന്നപ്പോ അത് ബുദ്ധിട്ടില്ല. പല മസ്തീമിൻ ലുക്കുമ്പത്തൻ, ഒരു ലുക്കുമ്പത്ത് പോലും തിന്നാൻ സാധിച്ചിട്ടില്ല. അറിയാലോ മഹല്ലിയ എന്നല്ല, അന്ന വന്നോണ്ടോ മഹല്ലിയ എന്ന് ഞാൻ വായിച്ചു. നിങ്ങൾ എന്താ കിതാബ്? ഞാൻ മഹല്ലിയ കിതാബ് മഹല്ലിയ എന്താ കിതാബ്? മുസ്ലിമിന്റെ വ്യാഖ്യാനം ഓന്ന കിതാബ് അറിയില്ല, മുസ്ലിമിന്റെ പേരും അറിയില്ല, പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ പേരും അറിയില്ല. നമ്മൊന്നും മഹല്ലില്ലേ, നമ്മല്ലേ ഓതിയ മഹല്ലി ഷറഹ് ആരാന്ന് ചെറിയ ആളൊന്നുമല്ല. അൽ ഇമാമുൽ അല്ലാമത്തുൽ ബാരിഉൽ ഫഖീഹുൽ മുഫസ്സിറുൽ ഉസൂലി. എന്താ വേണ്ടത്? പിന്നെ അൽ ഇമാമാണ്, അല്ലാമയാണ്, ബാരിആണ്. ബാരി എല്ലാത്തിനും നേപുണ്യം നേടിയ ആള്. അൽ ഫഖീഹുൽ മുഫസ്സിറുൽ ഉസൂലി ജലാലുദ്ദീൻ മുഹമ്മദ് ബിൻ അഹ്മദ് അൽ മഹല്ലി റളിയല്ലാഹു അൻഹു അൽ മിസ്രി ശാഫിഈ 791 ജനിച്ച് 864 വഫാത്ത്. വളരെ ആഴമേറിയ വിഷയങ്ങളെ കുറിച്ച് സനഫുണ്ടാക്കിയിട്ടുണ്ട്. അൽ ജലീല പ്രകൃതിയതിന് ശേഷം സുയൂത്തി ഇമാമാണ് പൂർത്തിയാക്കുന്നത് അതേ ശൈലിയിൽ. അന്ന് സുയൂത്തി 24 വയസ്സാണ്. എന്നിട്ടാണ് തഫ്സീർ ജലാലേനി വന്നത്. ഒന്ന് ജലാലുദ്ദീൻ സുയൂത്തി, ഒന്ന് ജലാലുദ്ദീൻ അൽ മഹല്ലി. ഫസുമിയൽ ജലാലി വശറഹൽ മിൻഹാജ്, മിൻഹാജിന്റെ ശറഹ് നമ്മോദില്ലേ. വശറഹ് ജംഉൽ ജവാമിന് ശറഹുണ്ട്. സുബ്ഹി ഇമാമിന്റെ ജംഉൽ ജവാമിന് ശറഹ്. വശറഹൽ ബർക്കാത്ത് വറുണ്ട്. പിന്നെ എന്താന്ന് പറഞ്ഞിട്ട് ബുർദക്ക് ശറഹുണ്ട്. ഇതൊന്നും തീരൂല. വഗൈരിഹ ഖാന മഹീബൻ, മൂപ്പരെ കണ്ടാ ഭയങ്കര പേടി തോന്നുന്ന പറയും. ആർക്കും അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല. ഹക്ക് കൊണ്ട് വളരെ വ്യക്തമാക്കി പറയുന്ന ആൾ, ആരെയും പഠിക്കൂല. ഹക്ക് കൊണ്ട് എന്താക്കും? നേരിട്ട് സംസാരിക്കും. ലാലിമ്യങ്ങളായാലും ശരി, ഹാക്കിമ്യങ്ങളായാലും ശരി, ആരെയും പഠിക്കൂല. മൂപ്പർ മിൻഹാജിന് ശറഹ് ഫീ 10 സിനീൻ, 10 കൊല്ലം കൊണ്ടാണ്. അപ്പൊ ഇസ്ലാം കാര്യം പരിമിതിയില്ലേ. وشرحه الشيخ ابن حجر العسقلاني رضي الله عنه في 9 أشهر. 9 മാസം കൊണ്ടാണ് ഈ തുഹഫ എഴുതിയത്. അയാം എന്താണ് മുഹറത്തിലെ നോമ്പും കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ടാണ് 15 അറഫാൻ ദിവസം കൊണ്ട് തീർക്കുന്നു. മുഹറത്തിന്റെ കൂടുതൽപ്പെട്ട മുഹറം, സഫർ, റബീഉൽ അവ്വൽ, ജുമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമളാൻ, അങ്ങനെ നോക്കുമ്പോൾ അറഫാൻ ദിവസത്തിന്റെ സമയമാകുമ്പോൾ ഈ തുഹഫ തീർന്നു. 10 കൊള്ളിയാവും. മറ്റേത് 10 കൊല്ലം കൊണ്ടാകുമ്പോൾ മത്തിന് 2 ഒന്നാണല്ലോ. ഫഖീല ലഹു, ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഓർക്ക് 10 കൊല്ലം പിടിച്ച് നിങ്ങൾക്ക് 9 മാസം കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ എങ്ങനെയാ? അതാ ഫഖാല ഇന്ന ശൈഖൽ മഹല്ലി റളിയല്ലാഹു അൻഹു ഇൽതസമ ദലീല വതഅലീൽ. ഓരോ മസലക്കും ദലീൽ എന്താണ്, തഅലീൽ എന്താണെന്ന് ആദ്യം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ ഗുനിലെ മാദാ ശർഹുൻ ما دعت الحاجة إليه في الشرح يحل ألفاظه ويبين مراده ويتمم مفاده على وجه حامل للدليل والتعليل. അതിന് സ്വഭാവം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഒന്ന് يحل ألفاظه ويبين مراده ويتمم مفاده. അപ്പൊ ദലീല് പറയും, ഇന്ന ഈ മസ്അല ഇങ്ങനെ വന്നത് ഖുർആനാണോ ഹദീസാണോ ഇജ്മാഅാണോ ഖിയാസാണോ. അതിന്റെ തഅലീലും പറയും, എന്ത് ന്യായം വെച്ചുകൊണ്ടാണ് ഈ മസ്അല ഇങ്ങനെ വന്നത്. അപ്പൊ ദലീലും തഅലീലും മൂപ്പർ ഇൽത്തിസാം ചെയ്തപ്പോൾ സമയം കൊണ്ട് വനഹനു ലം നബ്തൽ, നമ്മളത് ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് 9 മാസം കൊണ്ട് തീർത്തു. അത് മറ്റൊരു കറാമത്തും ഉണ്ട്, അത് വേറെ കാര്യം. അല്ല ഓർക്ക് കറാമത്തില്ല എന്നല്ല, അത് വേറെ കറാമത്ത്.
قال الحبيب الإمام أحمد بن حسن الأطاس رضي الله عنه പറയുന്നു كان شيخنا السيد أحمد دهلان മക്കത്ത്, അതായത് നമ്മൾ യാനത്തിന്റെ മുസന്നിഫിന്റെ ഉസ്താദ് അഹമ്മദ് സൈനി ദഹലാൻ വളപട്ടണത്തെ മെച്ചുകാലങ്ങളും അവിടെ ഞങ്ങൾ സനത് വാങ്ങാൻ പോയി. അഹമ്മദ് സൈനി ദഹലാൻ അനവധി കിതാബുണ്ടല്ലോ. വെറുതെ നമ്മൾ പോയി വന്ന താരീഖ്. പിന്നെ മുമ്പ് തസവ്വുഫിലെ വലിയ കിതാബുണ്ടല്ലോ തഖ്രീബുൽ ഉസൂൽ, ഇവിടുണ്ട്. തഖ്രീബുൽ ഉസൂൽ ഓതേണ്ട കിതാബാണ്. അത് ആദ്യം തങ്ങൾ എനിക്കൊന്ന് തന്നു, കൊണ്ടൊക്കെ മുത്താല ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ് കള്ളാസലാക്കിയിട്ട് പറഞ്ഞു നീക്ക് പുതിയ കിട്ടു, അങ്ങനെ തന്നെ തിരിച്ചു കൊടുത്തു, പുതിയ കിട്ടി. അതാണ് അഹമ്മദ് സൈനി ദഹലാൻ. അല്ലാമയാണ്, ഫഖീഹാണ്, മുഅർരിഖാണ്, മുഫ്തി മക്ക അഹമ്മദ് സൈനി ദഹലാൻ അശ്ശാഫിഈ. 1232 ജനനം. വേറെ ദഹലാന്റെ അടുക്കലേക്ക് പ്രോദീനല്ല ബുസ്താനി കോഴിക്കോട്ട് ഞങ്ങൾ സനത് വാങ്ങാൻ പോയ ഇതിൽ കാണുന്നുണ്ട്. ചാവക്കാട്ട് ബുസ്താനി 1304 വഫാത്ത്. 1308 ജൈനദ്ദീൻ റംലി വഫാത്ത്. 1333 പൊത്തമ്പള്ളി കുഞ്ഞാമത് ഷേഖ് വഫാത്ത്. 1337 ദഹലാൻ ഇമാമിന്റെ ശിഷ്യൻ വളവട്ടണത്തെ എംപിച്ചുകോയ തങ്ങളെ വഫാത്ത്. അല്ലിപ്പന്ന് 900 ശേഷവും 800 ശേഷം ലൗലികന്മാരുണ്ടായിട്ടുണ്ട്. ولد بمكة وتوفي وتملد مكة ജനിച്ചു وتملى في الافتاء والتدريس. അടുത്ത മുഫ്തിയായിരുന്നു തദ്രീസ്. وفاته بالمدينة, മദീനയിലാണ് വഫാത്ത്. من مؤلفاته الفتوحات الإسلامية, خلاصة الكلام في أمراء البلد الحرام, والدرر السنية في التطهير المخابية എന്ന് തുടങ്ങിയിട്ട് നമ്മൾ സീറത്തിൽ ആസാറുൽ മുഹമ്മദിയിൽ മോദി വരും. അതെല്ലാം അതാണ് കുറച്ചൊന്നല്ല. മൂപ്പർ യമുറു അലാ കുല്ലി ദർസിൻ 16 മറ, ഓരോ ദർസിലും 16 വട്ടം അല്ലെ തുടക്കുന്നവർ. എന്നിട്ട് വയുഅല്ലിഖുഹു ഫീ ദിഹ്നിഹി 4 മററാത്ത്, മനസ്സിലെന്താക്കും അതിന് താരീഖ 4 വട്ടം. وكان الشيخ عبد الله بن عبد الرحمن بالحاج ബാഫളൽ അവരായിരുന്നു സാഹിബുൽ മുഖ്തസർ. മുഖ്തസർ എന്ന് പറഞ്ഞൊരു പ്രത്യേക കിതാബാണ്. ഞാൻ മോദി വരുന്ന അൽഖീസിന്റെ മുഖ്തസറല്ല. ഇന്ന് നീ എന്താ ഓതുന്നത്, മുഖ്തസർ ഓതുന്നതിനെ പല അർത്ഥം വെക്കും. കോളേജിൽ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതിന് അർത്ഥമുണ്ട്. ഈ അടുത്ത കൊല്ലം മൊത്തം വലിയ ക്ലാസ്സിൽ കയറുന്ന അതല്ല. പിന്നേതാ ഷക്കാക്കി ഇമാമിന്റെ മിഫ്താഹുൽ ഉലൂം എന്ന് പറയുന്ന വലിയ ബഹദ് പോലത്തെ കിതാബുണ്ട്. 12 ഫന്നുകളടങ്ങുന്ന സർഫുണ്ട്, നഹ്വുണ്ട്, മആനിയുണ്ട്, ബയാനുണ്ട്, മന്തിക്കുണ്ട്, അങ്ങ് തുടങ്ങിയിട്ട് 12. അതിനിപ്പോൾ ഷറഹും ഉണ്ട്, ഷറഹുൽ മിഫ്താഹ് എന്ന് പറഞ്ഞിട്ട്. അതിലെ 3ാം ഫന്നെടുത്തിട്ട് ആരുണ്ടാക്കി? ഇമാം ഖതീബുൽ ഖസ്വീനി റളിയല്ലാഹു അൻഹു തൽഖീസ് ഉണ്ടാക്കി. ഇത് മുനാഫന്ന് ഇതിന്റെ ബലാഗത്തിന്റെ പന്നി, അതായത് മആനിയും ബയാനും ബദിയും കൂടിയിട്ട്. അതിനാണ് തൽഖീസുൽ മിഫ്താഹ്. തൽഖീസുൽ മിഫ്താഹിന് പലരും ശറഹ് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു വലിയ ശറഹ് ചെയ്ത മുത്തബ്ബൽ ശറഹ് എന്ന് പറയും. അതുവരെ ഒരു ജാമിയ കിതാബ് തന്നെയാണ്, ഒരു ഹുജ്ജത്താണ്. ആ കിതാബിന് ബന്ധം കുറച്ച് നീണ്ടുപോയി ചുരുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ബോംബ് ഇഖ്തിസാർ ചെയ്തിട്ടാണ് ഇന്നൂതി വരുന്ന മുഖ്തസർ തൽഖീസ്, ശറഹ് തൽഖീസ്. ആ മുഖ്തസർ അല്ല ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ അതാ അബ്ദുറഹ്മാൻ ബാഫളൽ ആരാന്നറിയോ? അൽ അല്ലാമത്തു അൽ ഫഖീഹു അൽ മുഹഖിഖു അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ ബാഫളൽ ഹാളിറമി തരീമി അശ്ശാഫിഈ. 850 ജനിച്ച് 918 വഫാത്ത്. വലിദ ഫീ തരീം, യമനിലാണല്ലോ. വർതഹൽ ലിതലബിൽ ഇൽമി ഇന്റെ വടിയിലെ ഷഹർ വഅദൻ ഫൽ ഹറമൈൻ, ഓരോ നാടാണ്. ഷഹർ, അദന്, അതുപോലെ ഹറമൈനിൽ. സുമ്മ ആദ ഇല ശറഹിലേക്ക് മടങ്ങി വന്നിട്ട് വബിഹാ തൂഫിയ, അവിടെ വഫാത്ത്.
ബറഅ വതമയ്യസ വഫാഖ വബഅദ സീതുഹു. എല്ലാത്തിലും വളരെ നൈപുണ്യം നേടുകയും എല്ലാവരിലും വലിയൊരു വ്യത്യാസപ്പെട്ട ആളാവുകയും അവരുടെ പേരും പ്രശസ്തിയും ലോകത്തും മുഴുവനും പരക്കുകയും ചെയ്തു. വന്തഹത്തിലെ റിയാസത്തുൽ ഇൽം, ഇൽമിന്റെ നേതൃത്വം അവർക്കാണ് ഫീ തിൽക ഹാബി. അതോടൊപ്പം വകാന മദാലിക ആബിദൻ വദിഅൻ സാഹിദൻ മുതവാദിഅൻ ഹസനൽ ഖുലുഖ്. ഒരു മനുഷ്യനിക്ക് എന്ത് പഠിക്കും? ആബിദായിരുന്നു, വറഉള്ളവരായിരുന്നു, സാഹിദായിരുന്നു, ഹസനുൽ ഖുലുഖാണ്. കസീറ സഅയ് ഫി ഹവായിജുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ഹാജത്ത് വിട്ടുന്ന വിഷയത്തിൽ വളരെ അധ്വാനിക്കുന്ന ആളാണ്. വാഫിറൽ ഹുർമത്തി ലദ സലാത്തി, സുൽത്താൻമാരുടെ അടുക്കൽ വലിയ ആദരവാണ് മൂപ്പർക്ക്. ബിമുഅല്ലഫാതിഹി അൽ മുഖ്തസറാനി, അവർക്ക് 2 കിതാബുണ്ട്, 2 മുഖ്തസർ. അൽ കബീർ, ഒന്ന് കബീർ ബഹുൽ മുഖദ്ദിമത്തുൽ ഹദ്റമിയ്യ, വസ്സഗീർ എന്നുള്ളത് ഫതാവയാണ്, കണ്ടില്ലേ? വറിസാലത്തു ഫീ ഫാദിലിൽ ഖായിമ ബിൽ അസ്ഹാർ, ഒരു കിതാബാണ് ഖായിമ ബിൽ അസ്ഹാർ, അതിലൊക്കെ ശരിക്കുന്ന അതിന്റെ ഫളായിൽ പറയുന്നത്. വഗൈരിഹ, എല്ലാം എണ്ണിയാൽ തീരൂല, ചിലപ്പോൾ 700 800 കണ്ണാനുണ്ടാവും. മൂപ്പർ നാട്ടിന്റെ പേര് ഇവിടെ യമന്റെ ഭാഗത്ത്. അതാ യമുറു അലാ കുല്ലി ദർസിൻ 20 മറ, ഓരോ ദിവസം 20 വട്ടാവുന്നു. വയുഅല്ലിഖുഹു ഫീ ദിനിഹി 5 മറത്തിൻ, മനസ്സിൽ ഇങ്ങനെ കോലപ്പെടുത്തൽ എത്ര? 5 വട്ടം. വബലഗനാ അന്ന ശൈഖ അഹ്മദ് ബിൻ മൂസ ബിൻ ഉജൈൽ അൽ യമനി റളിയല്ലാഹു അൻഹു മുബറരി അൽ ആലിമുൽ ഫഖീഹുൽ മുഹഖിഖു വഅഹദു കിബാരി ഔലിയാ തിഹാമൽ മുഅതഖദീൻ, എല്ലാവരും അംഗീകരിക്കപ്പെട്ട ആ തിഹാമയിലുള്ള ഔലിയാക്കളിൽപ്പെട്ട ഒരു അഹദുൽ കിബാറാണ്. വഫാത്തുഹു ഫീ 25 റബീഉൽ അവ്വൽ സനത 690. ولي محمد بن عبد كيال في ترجمته الفقيه الذي لم ينسخه التاريخ എന്നൊരു കിതാബാണ് ഓരോ ചരിത്രം. ചരിത്രം നീതി പാലിക്കാത്ത വലിയൊരാള് എന്നുവെച്ചാൽ ചരിത്രകാരന്മാർ വേണ്ടതുപോലെ അവർക്ക് പരിഗണന കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള അഹമ്മദ് ബിൻ മൂസ ബിൻ ഉജൈൽ റളിയല്ലാഹു അൻഹു ഖറഅ റിസാലത്തുൽ ഇമാം ശാഫിഈ, ഷാഫി ഇമാമിന്റെ റിസാല ഓതിയത് 500 മറ, 500 മറത്തം. ഷാഫി ഇമാമിന്റെ റിസാല, റിസാല കിട്ടാനുണ്ടല്ലോ. റബി എന്താ പറഞ്ഞു? റിസാല മൂന്ന് ദിവസം നടത്തുമ്പോൾ 700 വാഹനം മൂപ്പർ വീട്ടിന്റെ മുന്നിൽ ഇങ്ങനെ നേരത്തെ ഇട്ടതായി ആലോചിച്ചിട്ടുണ്ട്. 700 വാഹനത്തിൽ ഒരു ഡ്രൈവറേ ഉള്ളൂങ്കിൽ 700 ആളെ സദസ്സിലുണ്ടാണ്ട്. അതുണ്ടാവും. ആ റിസാല 500 വട്ടമാണ് ഓതിയത്. وبلغنا أن الشيخ فضل بن عبد الله بافضل صاحب الشهر قرأ صحيح البخاري 1000 مرة. صحيح البخاري ഓതിയത് 1000 വട്ടമായിരുന്നു. وأن بعض علماء الهند, ഇന്ത്യയിൽപ്പെട്ട ചില ഉലമാക്കൾ في حفظه القرآن يمر على كل مقرأ 1000 مرة, 1000 വട്ടം ഓരോ ഓതി കൊടുക്കുന്ന ആളൊക്കെ ഓതിയത്. كان الحبيب عيدروس بن عمر الحبشي رضي الله نفعنا الله به آمين يروي عن الشيخ زكريا الأنصاري رضي الله عنه അറിയാലോ ബിനജർ തങ്ങളെ ഷെയ്ഖ് സക്കറിയ അൽ അൻസാരി അന്നഹു ആശ നഹവ 100 സന, അദ്ദേഹം ഏതാണ്ട് 100 വയസ്സ് ജീവിച്ചിരുന്നു. വഅന്നഹു കാന ഫീ സിന്നിൽ കിബരി, വയസ്സ് പ്രായ ആധിക്യത്തിൽ യുദർദിസു മഹഫൂലാത്തിഹി, മൂപ്പർ ഓർമ്മയിൽ നിന്ന് ദർസ് നടത്തും. ജമീഅഹ, മുഴുവനും. 100 വയസ്സായിട്ടും അല്ലാഹു തആല ഓർമ്മക്കുറവോ ഒരു ഖലലോ ഒന്നും കൊടുത്തിട്ടില്ല. മിൻ ജമീഇൽ ഫുനൂൻ, എല്ലാ ഫന്നൂനും കൊടുക്കും. ഹത്താ മാതനൽ ആജ്റൂമിയ, അതിനഹവ സർഫാദാണ്. മിൻ ശിദ്ദത്തി മഹബ്ബത്തിഹി വഇനാതിഹി ലിൽ, മൂപ്പർക്ക് ഇൽമിനുള്ള അത്രമാത്രം കൂറായിരുന്നു. 100-ാം വയസ്സിൽ കിടക്കുമ്പോൾ ഓർമ്മയും. വജുറുവ അന്ന കിതാബഹു ശറഹത്ത് തഹരീർ എന്നുള്ളത് ഖുർആനിഹി 70 മറ, 70 വട്ടം മൂപ്പറവാക്ക് ഓതിച്ചു പോയിട്ടുണ്ട്. പല ആളുകളും 70 വട്ടം ആവർത്തിച്ച് ഓതിയിട്ടുണ്ട്. ശറഹത്ത് തഹരീർ അല്ലെ സക്കൽ അൻസാരി. വകാന യുഖസ്സിസു ഹാദൽ കിതാബ്, ഈ കിതാബിന് മൂപ്പർ പ്രത്യേകത കൽപ്പിക്കും. മിൻ ബൈനി മുസന്നഫാതിഹിൽ കസീറ,
ധാരാളം തസാനീഫുണ്ടല്ലോ അതിൽ നിന്ന്. ഹത്താ അന്നഹു മാത റളിയല്ലാഹു അൻഹു വഹുവ അലാ സദ്രിഹി, അത് നെഞ്ഞത്ത് വെച്ചുകൊണ്ടാണ് മൂപ്പർ വഫാത്തായത്. റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു. ഒരു കിസ്സയും കൂടെ ഒതുക്കുന്നില്ല. وكان سيدنا شيخ الأئمة المجتهدين محمد بن علوي ابن أحمد ابن الأستاذ الأعظم رضي الله عنه. ഉസ്താദ് الأعظم എന്ന് പറഞ്ഞാൽ ഫഖീഹുൽ മുഖദ്ദം. ഇവിടെ മിർവാത്തി പോയില്ലേ, ഓറെ മകനാണ് അഹമ്മദ്, അവരുടെ മകനാണ് മുഹമ്മദ് ബിൻ അലവി, പേരക്കുട്ടി. കൊയിലാണ്ടി കിടക്കുന്ന വേറെ 12ാമത്തെ ജദ്ദാണ് ഒരു ഫഖീഹുൽ മുഖദ്ദം. നമ്മന്ന് ബോർഡ് വായിച്ച ഓർമ്മയുണ്ടാവും. എന്താ വല്ലാണ്ട് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞു. السيد الشريف الإمام العلامة الفقيه المحقق الورع الصالح. ആരെപ്പറ്റി? മുഹമ്മദ് ബിൻ അലവി. അവരുടെ ബാപ്പ അഹമ്മദ്, അവരുടെ ബാപ്പ ഫഖീഹുൽ മുഖദ്ദം. എന്തൊന്നും ഉൾക്കൊള്ളുന്നില്ല, എല്ലാം മടിച്ചു പോയാ. എന്ത് മടിയാന്ന്, എന്തിൻ്റെ ഒരു അവസ്ഥ. ഇബ്ലീസ് 70 കാതം ദൂരത്ത് പോയപ്പോ പിന്നെന്ത് മടി ഒന്നിലൂടെ. അപ്പൊ ഫഖീഹുൽ മുഖദ്ദമിന്റെ പേരക്കുട്ടിയാങ്ക് അതാ മുഹമ്മദ് ബിൻ അലവിയിൽ ഹുസൈനി തരീമി. മൗലിദുഹു ബി തരീം. അരി ഫഖീഹുൽ മുഖദ്ദമിന്റെ അല്ല, പേരക്കുട്ടിന്റെ. വബിഹാ വഫാത്തുഹു, അവിടെ തന്നെയാണ് വഫാത്ത്. സനത്ത 767. ഫഖീഹുൽ മുഖദ്ദമിന്റെ കാലം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ കാലം. നമ്മേലെ സിയാറത്തിന് പോയ ഇവരാണ് എനിക്ക് ഓർമ്മയില്ലേ? ഉണ്ടാ പറഞ്ഞട്ടെ. ആ പേരക്കുട്ടി ഹാഫിളൽ ഖുർആനൽ കരീമ ഫീ സിഗരിഹി, കുട്ടിക്കാലത്ത് ഖുർആൻ മനഃപ്പാടമാക്കി. വത്തംബീഹ് മനഃപ്പാടമാക്കി. വഅക്സറൽ മുഹദ്ദബ്, മുഹദ്ദബിന്റെ ഭൂരിപക്ഷം മനഃപ്പാടമാക്കി സിറാജിന്റെ. വതഫഖഹ ബിബലദിഹി, അങ്ങനെ ഓരോ നാട്ടിൽ വെച്ച് ഫിഖ് പഠിച്ചു. അല്ലാമത്തി അബ്ദുല്ലാഹി ബിൻ ഫളിൽ ബിൻ മഫളൽ, കുറച്ച് മുമ്പ് പേര് പറഞ്ഞു. വസലക, അവർ സുലൂക്ക് ചെയ്തു. വലബിസ മിൻ ശൈഖിൽ ഇമാം ശൈഖ് അബ്ദുല്ലാഹി ബഅലവി, ഓറ വക്കന്നാണ് ഇത് വന്നത് സുലൂക്കിന്റെ അമലി. وأخذ الفقه والطب والحساب عن الشيخ سعد الفقيه بافضل بالحرمين. ورحل للأخذ يعني أهل العلم، ഇൽമിന്റെ ഹലാറ വക്കൽ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി പോയി. ഇസ്തിസാദത്ത് മിനില, സബീദിലേക്ക് പോയി. തഅജിലേക്ക് പോയി. അദനിലേക്ക് പോയി. സുമ്മ ഹജ്ജ വജാവറ ബിൽ മദീനൽ ഹറമൈനിലാണ് താമസം. വസമിയ മിൻ കസീരീൻ, ധാരാളം അയിമത്തിന്റെ ഭാഗത്ത് കേട്ടിട്ടുണ്ട്. വറഹല ഇലാ മഖ്ദിശു വലാസമ ബിഹ ഉലമാഉഹ. പിന്നെ വഅഖദ അനി ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുസ് സമദിൽ ജഹ്വി فقرأ عليه التفسير والحديث والفقه والتصوف وعلوم العربية. وكان فقيها أصوليا مشاركا له أخبار كثيرة في طلب العلم. ഇൽമിനെ തേടുന്ന വിഷയത്തിൽ ഒരുപാട് ചരിത്രം പറയാനുണ്ട്. വൽ ഹിർസി അലൈഹി, അതിന്റെ മേലെ അത്യാഗ്രഹം കാട്ടി. വന്തഫഅ ബിഹിൻ നാസു ബഅദ ഔദതിഹി ഇലാ തരീം, തരീമിലേക്ക് വന്നതിന് ശേഷം ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം കിട്ടിയിട്ടുണ്ട്. വമിമൻ അഖദ അൻഹുൽ ഇമാമു ശൈഖ് അബ്ദുർറഹ്മാൻ ബിൻ മുഹമ്മദ് സഖാഫ്, അവർ ശിഷ്യനാണ്. വശൈഖുഹു അശൈഖ് അൽ ഇമാം മുഹമ്മദ് ബിൻ അബീ ബക്കർ ബാഅബ്ബാദ് മറ്റൊന്ന്. വഅജാസ ലഹുമാ ഇജാസത്തൻ അമ്മ, അവർക്ക് ഉണ്ടാക്കുന്ന ഇജാസത്ത് കൊടുത്ത്. വമിൻഹും മുഹമ്മദ് ബിൻ ഉമർ അബൂ മറിയം വഗൈറഹും കസീറും വലഹു കറാമാത്തുൻ കസീറ റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി വഅശറനാ ഫീ സുന്നതിഹി ആമീൻ. കണ്ടോ ഉസ്താദുൽ ആലമിന്റെ പേരക്കുട്ടി. ഫി അയ്യാമി തലബിഹിൽ ഇൽമ, ഇൽമ തേടുന്ന കാലഘട്ടത്തിൽ യുതാലിഉ ഖിറാഅതഹു ഫിൽ ലൈലി, രാത്രി എന്താകും മുതാല ചെയ്യും. ഫയസ്തഗ്രിഖു ബഅലഹു ഔ ജുല്ലഹു, അങ്ങനെ രാത്രിയുടെ ഭാഗങ്ങളും എല്ലാം ഭൂരിഭാഗം എന്താകും അതിൽ തന്നെ അങ്ങോട്ട് കഴിഞ്ഞു പോയിട്ട്. വറുബ്ബമ ഇസ്തഗ്റഖൽ ലൈല കുല്ലഹു, രാത്രി മുഴുവൻ അതിൽ തന്നെ ആയിരിക്കും.
പിന്നെ ഉറങ്ങലൊന്നും ഉണ്ടാവില്ല. വഹുക്കിയ അന്നഹു ഇതറക അലൈഹി ബിസ്റാദി 13 ഇമാമത്തൻ ഇന്ദ മുതാലഅതിഹി. മുതാലഅത്തിന്റെ വേളയിൽ 13 തലീക്കെട്ട് ഈ വിളക്കിൽ കത്തിപ്പോയിട്ടുണ്ടെന്നാണ്. എന്താണ് അലിഷിദ്ദത്തി ഇസ്തിഗ്റാഖി ഫീഹി, അതിനങ്ങ് പൂണ്ട് പിടിച്ച കാരണത്തിന് വേണ്ടി. വഇദാ അഹസ്സ ബിന്നൗമി, ഉറക്കങ്ങനെ തോൽമാങ്ങൻ യഖ്റുജു ഇലാ സാഹിലിൽ ബഹർ, കടപ്പുറത്തേക്ക് പോയിട്ട് യുക്കദ്ദിരു മഹ്ഫൂലാത്തി, മനപ്പാടമാക്കി എന്താക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആവർത്തിക്കും. വകാന റളിയല്ലാഹു അൻഹു യഹ്ഫളുൽ ഖുർആൻ വത്തംബീഹ വഅക്സറുൽ മുഹദ്ദബ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ മനപ്പാടമാക്കിയിരുന്നു, തംബീഹ് അതിലെ മുഹദ്ദബ്. ദക്കറ ദാലിക്കൽ ഹബീബ് ഹൈദറൂസ് ബിൻ ഉമർ ഫിൽ ഇഖ്ദ്. ഇഖ്ദുൽ യവാഖീദ് ഒരു കിതാബിന്റെ പേരാ, അതാണ് തൊപ്പിക്കൊണ്ട് ഇവിടെ ഉണ്ടത്. അതൊക്കെയാണ് നേതാക്കന്മാർ അല്ലേ. നിങ്ങൾ വെക്കുന്ന അല്ല, ഒരു കിസ്യം കൂടെ തന്ന പിന്നെ അവൾക്കിട്ട് തീർന്നു. وحكي عن الشيخ القطبي عبد الله بن أبي بكر العيدروسي رضي الله عنه أنه كان يأخذ الكتاب الذي وقريب حجم المنهاج. മിൻഹാജിനോട് ഏകദേശം കട്ടിയിൽ തുല്യമാകുന്ന ഒരു കിതാബ് ഉണ്ടല്ലോ, ആ കിതാബ് എടുത്തിട്ട് രാത്രി അവലിൽ തുടങ്ങിയിട്ട് വായന ഹത്താ യഗ്തിഅൽ ആഖിരിഹി, അത് തീറും ഈ ലൈലത്തിഹി തിൽക, ഒറ്റ രാത്രി കൊണ്ട് തീർക്കണം. സൈനുദ്ദീൻ തമസാന റളിയല്ലാഹു സഞ്ചാന ശരഹത്തെ വേണ്ടി പെണ്ണ് തുറക്കൽ ഒരു ഒറ്റത്തിലേക്ക് തീർത്തു സഞ്ചാന ശരഹ. വഹുകിയ അൻഹു, അവരെ പറ്റി ചരിത്രമുണ്ട്, അന്നഹു ഖാല ഖദ് ആഖദു ശൈഅൻ മിനൽ കുതുബി, ചില കിതാബ് ഞാൻ എടുക്കും. മിസ്ല നസ്റുൽ മഹാസിൻ എന്ന് പറഞ്ഞ അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹു വലിയൊരു കിതാബാണ്. അവനൊക്കെമാരെ കഥ പറയും. നസ്റുൽ മഹാസിൻ, നസ്റുൽ മഹാസിൻ അൽ ഖാലിയ ഫീ ഫദ്ൽ മശായിഖ് സൂഫിയ്യ എന്നതിന്റെ പേര്. هذا للإمام العلامة الولي الصالح عفيف الدين عبد الله بن أسعد اليافعي رضي الله عنه. എന്നിട്ടോ വകിതാബ് അത്റാഫുൽ അജായിബ് എന്ന കിതാബ് വഖ്ത ളുഹർ വഉതാലിഉഹു, അതെന്താകും മുതാല ചെയ്ത് വഉത്തക്കന് മാഫി, അതിലുള്ള മുഴുവനും മനപ്പാടമാക്കിയിട്ട് വമാ യഅതി വഖ്തുൽ അസ്ർ, അസ്റിന്റെ സമയാവുല ഇല്ലാ വഖദ് ഉതീതുൽ ആഖിരി, അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുന്നത്. എന്നിട്ടോ വകുന്തു അബദ്ദു അൻ നുഫിനിയൻ മുഹജതി ഫിൽ ഇജ്തിഹാദ്, എന്നിട്ടോ അധ്വാനത്തിന് വേണ്ടി എൻ്റെ മുഹജത്ത് പോലും, മുഹജത്ത് ജീവൻ എന്താക്കണം, ഫനായാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. വഹ്വദാലിക, അത് ഞാൻ ആഗ്രഹിക്കുന്നു. വഹിബു ഹബ്ബൻ ലറൂറിയൻ, ഒരു അനിഷേധ്യമായ ഹുബ്ബായിക്കൊണ്ട് ഞാനത് ആക്കിയിരിക്കുന്നു എന്നാണ്. وكان سيدنا الشيخ الكبير عبد الرحمن بن علي بن أبي بكر رضي الله عنه يقول പറയുന്നു മാ ഉഹിബ്ബുൽ ഹയാത ഇല്ലാ ലിമുതാലത്തിൽ കുതുബി, കിതാബ് മുതാല ചെയ്യപ്പെട്ട് ഞാൻ ജീവിക്കുന്നതന്നെ. വലി അസ്ദാദ മിനൽ ഖൈർ, ഖൈർ ഏറാനും, വലി അഷ്റഫ അലൽ ഉലൂമിൻ നാഫിയ, നാഫിയായ ഇൽമിന്റെ മുകളിൽ ഞാൻ എത്തിപ്പെടാനും. വകാന മിൻ മഖ്റൂആതി അലാ വാലിദിഹി ഷെയ്ഖ് അലി, അവരെ ബാപ്പയല്ലേ, അബ്ദുറഹ്മാന്റെ ബാപ്പയാണല്ലോ അലിജി, അവരെ മേൽ ഓതിയതാണ് അൽ ഇഹ്യ ഉലൂമുദ്ദീൻ. ഖറഅഹു അലി 40 മറ, 40 വട്ടം ഈ ആവർത്തിച്ചോതിയത്. ഉറക്കൊന്നും ലൈഫ് കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ പഠിച്ച ജാഹിലാണ് ഏത് ഇഹയിൽ ലൈഫ് കണ്ടത്. വഖുരിഅ അലൈഹി 40 മറ, മൂപ്പറ വക്കൽ നിന്ന് വേറെ ആളെ 40 വട്ടം കൊണ്ട് ഓതിയിട്ടുണ്ട്. അത് തീരൂല, നമുക്ക് ബുദ്ധിമുട്ടല്ല. അവർക്ക് നമുക്കെന്താ കയ്യിൽ ആകെ തർബിയത്തെല്ലാം കൊണ്ടാണ്